കളമശ്ശേരി HMTക്ക് സമീപത്ത് നിന്ന് കണ്ടെത്തിയത് സൂരജ് ലാമയുടെ മൃതദേഹം തന്നെ. സ്ഥിരീകരണമുണ്ടായത് DNA പരിശോധനയിൽ. ഇക്കാര്യം കളമശ്ശേരി പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചു. നവംബർ 30-നാണ് കളമശ്ശേരി HMT പരിസരത്ത് നിന്ന് മൃതദേഹം കണ്ടെത്തിയത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി രേഷ്മ ചേരുന്നു കൊച്ചിയിൽ നിന്നും. രേഷ്മ, ഏറെ വിവാദമായതാണ് ലാമയുടെ തിരോധാനം. മാത്രമല്ല, മകൻ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തിരുന്നു ഹൈക്കോടതിയിൽ. കോടതി പലവട്ടം ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. കോടതി നമ്മുടെ സംവിധാനത്തെ തന്നെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ കളമശ്ശേരി HMTക്ക് സമീപത്ത് നിന്ന് കണ്ടെത്തിയത് സൂരജ് ലാമയുടെ മൃതദേഹം തന്നെയെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ രേഷ്മ? നമ്പ്യാർ, സൂരജ് ലാമയുടെ മകൻ സന്തൻ ലാമ നേരത്തെ ഹൈക്കോടതിയിൽ ഈ സൂരജ് ലാമയുടെ തിരോധാനത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ട ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്തിരുന്നു. അതിലാണിപ്പോൾ കളമശ്ശേരി പോലീസ് ഒരു മറുപടി നൽകിയിരിക്കുന്നത്. HMTക്ക് സമീപത്ത് നിന്ന് കണ്ടെത്തിയത് സൂരജ് ലാമയുടെ മൃതദേഹം തന്നെ എന്നുള്ള ഒരു സ്ഥിരീകരണമാണ് ഉണ്ടായിരിക്കുന്നത്. DNA പരിശോധനയിൽ ഇക്കാര്യം വ്യക്തമായി എന്നും കളമശ്ശേരി പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. നവംബർ 30-ാം തീയതിയാണ് ഈ മൃതദേഹം HMT ഭാഗത്ത് നിന്നും കണ്ടെത്തിയത്. തുടർന്ന് അത് സൂരജ് ലാമയുടേതാണ് എന്നുള്ള ഒരു സംശയം ഉടലെടുത്തിരുന്നു. പക്ഷേ DNA പരിശോധന വൈകിയതാണ് ഈ സ്ഥിരീകരണം വൈകാൻ അതിനുള്ള ഒരു കാലതാമസത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിച്ചത്. അതിനിടയിൽ പലതവണ ഹൈക്കോടതി നമ്മുടെ സംവിധാനത്തെ വലിയ രീതിയിൽ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തിരുന്നു. കാരണം HMT പോലുള്ള ഒരു പ്രദേശത്ത് ആളുകളെ നോക്കാതെ, അല്ലെങ്കിൽ ഒരു വിജനമായിട്ടുള്ള ഇടത്ത് ഒരു പരിശോധന കൃത്യമായിട്ട് പോലീസ് സംവിധാനങ്ങൾ നടത്തുന്നില്ല. ഒരു മൃതദേഹം പെട്ടെന്നൊരു ദിവസം കണ്ടെത്തുന്നു. ഇത്തരത്തിൽ വലിയൊരു അലംഭാവം സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളതായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് നേരത്തെ വിമർശനം ഉന്നയിച്ചത്. അങ്ങനെ ഈ DNA റിപ്പോർട്ട് അടക്കം ഹൈക്കോടതി മറുപടിയായിട്ട് ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ പോലീസാണ് ഇപ്പോൾ DNA ഫലം ഹൈക്കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. സൂരജ് ലാമയുടെ മൃതദേഹം തന്നെയാണ് ലഭിച്ചിരിക്കുന്നതെന്നാണ് പോലീസ് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പിതാവിനെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു മകൻ സന്തൻ ലാമ ഈ പറയുന്ന ഹേബിയസ് കോർപ്പസ് ഹർജി നൽകിയത്. ഇക്കഴിഞ്ഞ 2025 ഒക്ടോബർ മാസം 5-ാം തീയതിയാണ് കൊച്ചിയിലെത്തിയത് സൂരജ് ലാമ. വിമാനത്താവളത്തിൽ നിന്നും ഇറങ്ങി ബസ്സിൽ കയറിയതായിട്ട് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതായത് ഈ കുവൈറ്റിലെ മദ്യദുരന്തത്തിന് ശേഷം ബംഗളൂരുവിലേക്കായിരുന്നു സൂരജ് ലാമയെ കയറ്റിവിടേണ്ടത്. പക്ഷെ അബദ്ധവശാൽ കൊച്ചിയിലേക്കുള്ള വിമാനത്തിൽ അധികൃതർ കയറ്റിവിടുകയായിരുന്നു. മക്കളെ ആരെയും കാര്യങ്ങളൊന്നും അറിയിച്ചിരുന്നില്ല. പക്ഷേ ഇവിടെ കൊച്ചിയിലെത്തിയ സൂരജ് ലാമ വഴിതെറ്റി മറ്റൊരു ബസ്സിൽ കയറി കളമശ്ശേരിയിലൊക്കെ എത്തുകയായിരുന്നു. ആശുപത്രിയിൽ വരെ എത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ അന്ന് പോലീസ് കണ്ടെടുത്തിരുന്നു. പിന്നീട് നവംബർ മാസം സൂരജ് ലാമയുടെ എന്ന് സംശയിക്കുന്ന രീതിയിൽ ഒരു മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ഇപ്പോൾ അത് സൂരജ് ലാമയുടേതാണ് എന്നുള്ള സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. DNA ഫലം നിലവിൽ കളമശ്ശേരി പോലീസ് ഹൈക്കോടതിയിൽ നൽകിയിട്ടുണ്ട്. നമ്പ്യാർ, കളമശ്ശേരി HMTക്ക് സമീപത്ത് നിന്ന് കണ്ടെത്തിയത് സൂരജ് ലാമയുടെ മൃതദേഹം തന്നെ. സ്ഥിരീകരണം ഉണ്ടായത് DNA പരിശോധനയിലാണ്. ഇക്കാര്യം കളമശ്ശേരി പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചു. നവംബർ 30-നായിരുന്നു കളമശ്ശേരി HMT പരിസരത്ത് നിന്ന് സൂരജ് ലാമയുടെ മൃതദേഹം കണ്ടെത്തിയത്.